കീർത്തി സുരേഷിന്റെ പ്രണയകഥ പലർക്കും കൗതുകമായിരുന്നു. 15 വർഷത്തോളം പ്രണയിച്ചിട്ടും ഇത്രയും കാലമായിട്ടും കീർത്തിയുടെ പ്രണയം ആരും അറിഞ്ഞിരുന്നില്ലല്ലോ എന്നത് വളരെ കൗതുകകരമായിരുന്നു. ആ പ്രണയത്തെക്കുറിച്ച് ഒരിടത്ത് പോലും കീർത്തി സംസാരിച്ചിട്ടില്ല. ഇപ്പോഴിതാ കണ്ടുമുട്ടിയത് മുതലുള്ള എല്ലാ കാര്യങ്ങളും കീർത്തി തുറന്നു പറയുകയാണ്. ഇത്രയും വർഷം എങ്ങനെ മറച്ചുവെച്ചു എന്ന ചോദ്യത്തിന് അക്കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും അത്രയും മിടുക്കന്മാരാണെന്നാണ് കീർത്തിയുടെ മറുപടി. സ്വകാര്യതയെ വളരെ സ്വകാര്യമായി തന്നെ സൂക്ഷിക്കുന്നതിലാണ് തൽപരരാണ് ഞങ്ങൾ രണ്ടുപേരും. ആന്റണി മീഡിയ ഷൈ പേഴ്സൺ അല്ല, എങ്കിലും മീഡിയ പേഴ്സൺ അല്ല. പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയിൽ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ ബന്ധത്തെക്കുറിച്ച് അറിയാമായിരുന്നുള്ളൂ. ഞാൻ +2 പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. തട്ടിലിന് എന്നേക്കാൾ 7 വയസ്സ് കൂടുതലാണ്. ഓർക്കൂട്ടിലൂടെ ചാറ്റ് ചെയ്താണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. ഞങ്ങൾക്ക് ഒരുപാട് കോമൺ സുഹൃത്തുക്കളുണ്ട്. ചാറ്റിങ്ങിന് ശേഷം 2009 ഡിസംബർ 2 ആദ്യമായി പരസ്പരം കണ്ടുമുട്ടിയത്. കൊച്ചിയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചായിരുന്നു അന്ന്. എനിക്കൊപ്പം എൻ്റെ പാരൻസ് ഉണ്ട്. ആൻ്റണി സുഹൃത്തുക്കൾക്കൊപ്പമാണ് വന്നത്. അന്ന് വന്നു കണ്ട് സംസാരിച്ചു. പിന്നീട് ഡിസംബർ 31 ഒരു മോളിൽ വെച്ച് ഞങ്ങൾ വീണ്ടും കണ്ടു. എന്നെ പ്രപ്പോസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയായിരുന്നു. ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്താലേ സ്വീകരിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് അന്ന് തട്ടിൽ പ്രപ്പോസ് ചെയ്തു. അതായിരുന്നു തുടക്കം. പക്ഷേ ഞങ്ങളുടെ ബന്ധം കൂടുതൽ സീരിയസ് ആയത് 2016 അന്ന് ആൻ്റണി എനിക്കൊരു പ്രപ്പോസൽ റിങ് അണിയിച്ചിരുന്നു. എൻ്റെ പല സിനിമകളിലും നിങ്ങൾക്ക് ആ റിങ് കാണാം. ഞാനത് ഊരി വയ്ക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ വെഡ്ഡിംഗ് റിങ് വന്നതിന് ശേഷമാണ് അത് മാറ്റിവെച്ചത്. കോവിഡ് കാലത്താണ് ഞങ്ങൾ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് തുടങ്ങിയത്. അതിനു മുൻപ് ഒന്നിച്ചുണ്ടാവുമായിരുന്നുവെങ്കിലും ലിവിങ് ടുഗദറിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. കോവിഡിന് ശേഷം എന്തുകൊണ്ട് ഇനി ലിവിങ് ടുഗദർ ആയിക്കൂടാ എന്ന് തീരുമാനിച്ചു. പക്ഷേ അപ്പോഴും ഞങ്ങൾ ഹോളിഡേ ട്രിപ്പ് പോകുമായിരുന്നില്ല. എവിടെയെങ്കിലും പോയാലും എപ്പോഴും സുഹൃത്തുക്കളുണ്ടാവും. അത് ഞങ്ങൾക്ക് സേഫായിരുന്നു. 2010 മുതൽ പ്രണയിക്കുന്ന ഞങ്ങൾ 2017 ആദ്യമായി വിദേശയാത്ര പോയത്. 13 വർഷത്തെ പ്രണയത്തിന് ശേഷം 2 വർഷം മുൻപാണ് ആദ്യത്തെ സോളോ ട്രിപ്പ് തന്നെ സംഭവിച്ചത്. ദുബായിൽ കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയതും സുഹൃത്തുക്കൾക്കൊപ്പമാണ്. ഞങ്ങളങ്ങനെ സാധാരണ കപ്പിൾസിനെ പോലെയല്ല എന്നാണ് കീർത്തി പറയുന്നത്. പരസ്പരം വഴക്കുണ്ടാവാറുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ടാവാറുണ്ട്. പലപ്പോഴും പ്രോബ്ലം മേക്കർ ഞാൻ തന്നെയായിരിക്കും. ഫാനും AC-യും ഒരുമിച്ച് വേണം എന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിടുന്ന ആളാണ് ഞാൻ. അതേസമയം ആൻ്റണിയുടെ മൂഡ് ശരിയല്ല എങ്കിൽ ഞാൻ വഴക്കിന് പോകാറില്ല. ചിലപ്പോൾ ഞാൻ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ മെല്ലെ വീട്ടിൽ നിന്ന് സ്കൂട്ടായി ജിമ്മിലേക്ക് പോകുന്ന സ്വഭാവമാണ് ആൻ്റണിയുടേത്, കീർത്തി സുരേഷ് പറഞ്ഞു.